നാലമ്പലങ്ങളിൽ മൂന്നാമത്തെ ക്ഷേത്രവും എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രവുമാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ കേരളത്തിലെ 13 ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ലക്ഷ്മണ പ്രതിഷ്ഠയാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവും ശംഖുചക്ര പത്മധാരിയുമായ മഹാവിഷ്ണുവിൻ്റെതാണ്. ആദിശേഷനായ അനന്തന്റെ അവതാരമായ ലക്ഷ്മണൻ ഇവിടെ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവത്തിലാണുള്ളത്. 4-ാം നൂറ്റാണ്ടിൽ കുലശേഖരവർമ്മൻ കൊടിമരം പ്രതിഷ്ഠിച്ചതായും പിന്നീട് ഭാസ്കരവർമ്മൻ ക്ഷേത്രം പുതുക്കിപ്പണിതതായും ചരിത്രം പറയുന്നു. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ മലനാട്ടിലെ 13 ദിവ്യദേശങ്ങൾ ഒരേ ദിശയിൽ കാണപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ പാദസ്പർശമേറ്റ ക്ഷേത്രങ്ങളെന്ന് വിശ്വസിക്കുന്നു. തിരുനാവായ മുതൽ നാഗർകോവിലിലെ തിരുവട്ടാർ വരെ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തെ താഴികക്കുടം കാണാമെന്ന് പറയപ്പെടുന്നു. 106 ദിവ്യദേശങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. അതിൽ 13 കേരളത്തിലും 82 തമിഴ്നാട്ടിലും 8 ഉത്തർപ്രദേശിലും 2 ആന്ധ്രാപ്രദേശിലും 1 നേപ്പാളിലും ബാക്കിയുള്ള 2 പാൽക്കടലും വൈകുണ്ഠവുമാണെന്നും പറയപ്പെടുന്നു. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ച ആ 4 വിഗ്രഹങ്ങളിൽ ലക്ഷ്മണ പെരുമാളിന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്തെത്തിയതിനു പിന്നിലും ഒരു കഥയുണ്ട്. പണ്ടൊരു നാൾ പൂർണ്ണ നദിക്കരയിൽ ഹരിത മഹർഷി തപസ്സിരിക്കുകയും മഹാവിഷ്ണു പ്രത്യക്ഷനായി തിരുമൊഴി ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ആ തിരുമൊഴിയെ പിന്നീട് ശ്രീ സൂക്തം എന്നും വിളിച്ചു. മഹാവിഷ്ണു പ്രത്യക്ഷനായി തിരുമൊഴി ചൊല്ലിക്കൊടുത്ത ഇടമായതിനാൽ പിന്നീട് ആ സ്ഥലം തിരുമൂഴിക്കുളം എന്ന നാമധേയത്തിൽ അറിയപ്പെടുവാൻ തുടങ്ങി. എന്നാൽ ലക്ഷ്മണസ്വാമിയുടെ പ്രതിഷ്ഠ തിരുമൂഴിക്കുളത്തെത്താനുള്ള കാരണം മറ്റൊന്നാണ്. ത്രേതായുഗത്തിൽ പഞ്ചവടിയിലിരിക്കുന്ന നേരം ഭരതൻ രാമനെ കാണാൻ വരുന്നത് കണ്ട് അത് കൈകേയി കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണെന്ന് ലക്ഷ്മണൻ രാമനോട് പറയുന്നു. എന്നാൽ ഭരതനാവട്ടെ തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമന്റെ പാദപൂജ ചെയ്യാനെത്തിയതായിരുന്നു. താൻ തന്റെ ജ്യേഷ്ഠനോട് നുണ പറഞ്ഞെന്ന ദുഃഖം കാരണം ലക്ഷ്മണനാവട്ടെ സാക്ഷാൽ ശ്രീസുക്തിനാഥനായിട്ടുള്ള മഹാവിഷ്ണുവിനെ പൂജിക്കുവാനായി തിരുമൊഴി ചൊല്ലിക്കൊടുത്ത തിരുമൂഴിക്കുളത്തെത്തുന്നു. അവിടെ മണ്ഡപം നിർമ്മിച്ച് തപസ്സിരിക്കുന്നു. പിന്നീട് ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗത്തിൽ ദ്വാരക കടലെടുത്തപ്പോൾ വാക്കേൽ കൈമളിന് ലഭിച്ച ശ്രീകൃഷ്ണൻ പൂജിച്ച ലക്ഷ്മണസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഇടം കണ്ടെത്താനാകാതിരുന്നു. ആ നേരത്ത് മഹാവിഷ്ണു അദ്ദേഹത്തിന് സ്വപ്നദർശനം നൽകുകയും എവിടെ നദിയിൽ ആനമയിലാടി വരുന്നുവോ അവിടെ ഒരു മണ്ഡപമുണ്ടെന്നും അവിടെ പ്രതിഷ്ഠിക്കാനും പറയുകയും അങ്ങനെ ആന ഓടി വന്ന നേരം വാക്കേൽ കൈമൾ മണ്ഡപം കാണുകയും അവിടെ ലക്ഷ്മണസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഗണപതി പ്രതിഷ്ഠയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ആദിശേഷന്റെ അവതാരം പ്രതിഷ്ഠയായതുകൊണ്ട് തന്നെ ക്ഷേത്ര ചുറ്റുവട്ടത്ത് സർപ്പം കൊണ്ടുള്ള മരണങ്ങൾ ഉണ്ടാവില്ലെന്നും രാജപ്രമാണത്തിൽ പറയപ്പെടുന്നു. സന്താനലബ്ധിക്കും വിവാഹ ജീവിതത്തിനും വേണ്ടി ഭക്തർ തിരുമൂഴിക്കുളത്തെത്തി സാക്ഷാൽ ലക്ഷ്മണസ്വാമിയെ കുമ്പിട്ടു മടങ്ങുന്നു.